ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൺ. അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യലാണ്. നമ്മുടെ സൂറ സ്പെഷ്യൽ അല്ലെങ്കിൽ കാസർഗോഡ് സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ കായ വറുത്തതോ അല്ലെങ്കിൽ കിഴങ്ങ് വറുത്തതോ പെട്ടിയപ്പം പോലെയുള്ള ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ്. പൊരിക്കടല അല്ലെങ്കിൽ കടലപ്പൊരി എന്നൊക്കെ പറയാം. വെറുതെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ 2-3 എടുത്ത് വായിലിട്ട് കടിച്ചുകൊണ്ട് ഇങ്ങനെ ടി വി കാണുന്നത് വേറെ ഒരു രസമുള്ള സംഗതിയല്ലേ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാം, ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. എന്താ പറയുക, പൊരിച്ചപാട് തിന്നുന്നതിനെക്കാട്ടിലും 1-2 ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ മൈമൂൺസ് കിച്ചൺ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് അവിടെയും വന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു പൊരിക്കടല ഉണ്ടാക്കാനായിട്ട് ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പച്ചരി ഉണ്ടല്ലോ, പച്ചരി 1 കപ്പ് ഞാനിപ്പം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒരു 1-2 മണിക്കൂർ നമ്മൾ നീർദോശക്കൊക്കെ കുതിർത്ത് വെക്കുന്നില്ലേ, അതേപോലെ തന്നെ 1-2 മണിക്കൂർ കുതിർത്ത് വെക്കുക. എന്നിട്ട് നന്നായി കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ വാർത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ 2 മണിക്കൂറോളം കുതിർത്ത് വെച്ച പച്ചരി ഞാനിപ്പം കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചരി ഒന്ന് അരച്ചെടുക്കണം. അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങയും മുട്ടയും ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പോളം തേങ്ങയും 2 മുട്ടയും ആണ് എടുത്തത്. അതാണ് അളവ് വരുന്നത്. അപ്പോൾ നമ്മൾ പച്ചരി എത്രയാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാൻ. അപ്പോൾ ഇനി ഇതൊന്ന് ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അരച്ചെടുക്കുമ്പം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ഇല്ലാണ്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ആ മുട്ടയിൽ തന്നെ അരഞ്ഞങ്ങ് വന്നോളും. മുട്ടയുടെ ആ ഒരു വെള്ളയിൽ തന്നെ അങ്ങ് അരഞ്ഞ് വന്നോളും. അപ്പോൾ ഇത് അരക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നതെന്ന് വെച്ചിട്ട് ഇതൊരു സ്വീറ്റ് അല്ല, പിന്നെ ഇത് പച്ചരീൻ്റെ ആ ഒരു ടേസ്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തു എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു സ്വീറ്റ് ഐറ്റം അല്ല കേട്ടോ. അങ്ങനെ നല്ല ഫൈനായിട്ട് തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. മഷി പോലെ അരച്ചെടുക്കണം, തരികളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മുക്കിപ്പൊരിക്കുന്നത് എങ്ങനെയാണ്, കടലയാണ് മുക്കിപ്പൊരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പൊട്ടുകടല എന്നാണ് ഇതിനെ പറയാൻ. സാമ്പാർ പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുമ്പം ഇത് യൂസ് ചെയ്യാറുണ്ട്. പൊട്ടുകടല സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു പൊട്ടുകടലയാണ് ഞാനിതിൽ മുക്കി പൊരിച്ചെടുക്കുന്നത്. ഇനിയിപ്പം പൊട്ടുകടല ഇല്ലെങ്കിൽ നിലക്കടല ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അതും നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിപ്പം പൊട്ടുകടല കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടുകടലയുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പച്ചരിയുടെ ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് എത്രയാണോ പൊട്ടുകടല ആവശ്യം വരുന്നത് അത്രയും എടുക്കുക കേട്ടോ. അപ്പോൾ പൊരിക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ആദ്യം ഓയിൽ ചൂടാക്കാനായി വെക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് വേറൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചരി ഉണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ബൗളിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം കുറച്ച് പൊട്ടുകടലയും കൂടെ ഇട്ട് മിക്സ് ആക്കുക. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പച്ചരി മൊത്തത്തിൽ ഇടുന്നതിനെക്കാട്ടിലും കുറച്ചായിട്ട് ഇങ്ങനെ മിക്സ് ആക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പൊട്ടുകടല എടുക്കേണ്ട അളവ് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു ബൗളിൽ കുറച്ച് പച്ചരിയുടെ കൂട്ടിട്ടിട്ട് അതിലേക്ക് കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുത്തത്. ഇനി ജസ്റ്റ് ഇതൊന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ചൂടായി വന്ന എണ്ണയിലേക്ക് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക. നമ്മൾ പക്കുവടയൊക്കെ നുള്ളി ഇട്ട് കൊടുക്കുന്നില്ലേ, അതേപോലെ നുള്ളി ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും അങ്ങനെ അങ്ങ് പൊരിച്ചെടുക്കുക. നമ്മൾ മറ്റേ ഡയമണ്ട് കട്ട്സൊക്കെ പൊരിച്ചെടുക്കുന്നില്ലേ, അതേപോലെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഈ പച്ചരീൻ്റെ കൂട്ടുണ്ടല്ലോ അതിലൊട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ. നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം പിരിഞ്ഞ പോലെയായി പോകും. മുട്ടയും കൂടെ ചേർത്തിട്ടല്ല നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പം എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കുറച്ചായി എടുത്തിട്ട് മിക്സാക്കി എടുക്കാം. പൊട്ടുകടലയും പച്ചരി കൂട്ടും, എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്.
പൊട്ടുകടലയുടെ ചെറിയൊരു ഉപ്പുണ്ടാവും, അതിൻ്റെ കൂടെ ഈ പച്ചരിയുടെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പം അടിപൊളിയാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഇതെല്ലാം പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. നമ്മൾ സാധാരണ ഇപ്പം പെട്ടിയപ്പൊക്കെ ഇട്ട് വെക്കുന്നില്ല, അതേപോലെ തന്നെ ഒരു കുറച്ച് ദിവസമൊക്കെ നിൽക്കും. പിന്നെ അത്രയും ദിവസമൊന്നും സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാവില്ല, കാരണം പെട്ടെന്ന് തന്നെ തീരുന്ന ഒരു ഐറ്റമാണ്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്തെടുത്ത് കുറച്ചുകൊണ്ടിരിക്കുമ്പം ഇത് പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ മാർക്കറ്റിൽ ഈ ഒരു പൊട്ടുകടല എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. പരിപ്പുകളുടെ ആ ഒരു സെക്ഷനിൽ തന്നെ ഇതുണ്ടാവും. അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. ഇൻസ്റ്റാഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബ് കമൻസിലൂടെയും നിങ്ങൾക്ക് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ടേക്ക് കെയർ ആൻഡ് ബൈ. പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.